ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ കരുത്തരായ പോർച്ചുഗലിന് ഞെട്ടിക്കുന്ന ഒരു തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അയർലൻഡ് അവരെ പരാജയപ്പെടുത്തിയത്. ട്രോയ് പാരറ്റ് ഇരട്ട ഗോളുകൾ നേടുകയായിരുന്നു. അങ്ങനെയാണ് പോർച്ചുഗലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സ്ട്രൈറ്റ് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് മത്സരത്തിന്റെ 2ാം പകുതിയിലാണ്, അഥവാ കൃത്യമായി പറഞ്ഞാൽ 59ാമത്തെ മിനിറ്റിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സ്ട്രൈറ്റ് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. അയർലൻഡ് താരത്തെ മുട്ടുകൈ കൊണ്ട് റൊണാൾഡോ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. വയലന്റ് കണ്ടക്ട് ആണ് എന്ന് കണ്ടെത്തിയ റഫറി റൊണാൾഡോക്ക് യെല്ലോ കാർഡ് പിൻവലിച്ചുകൊണ്ട് റെഡ് കാർഡ് നൽകി. തന്റെ പോർച്ചുഗൽ കരിയറിന്റെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ടാണ് റൊണാൾഡോ ഇപ്പോൾ റെഡ് കാർഡ് കണ്ടുകൊണ്ട് പുറത്തു പോകുന്നത്. അത് പോർച്ചുഗലിന് തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമായിരുന്നു. മാത്രമല്ല, മത്സരത്തിൽ പരാജയപ്പെട്ടതോടുകൂടി വേൾഡ് കപ്പിനുള്ള യോഗ്യത ഉറപ്പാക്കാൻ ഇപ്പോൾ പോർച്ചുഗലിന് കഴിഞ്ഞിട്ടില്ല. അവസാന മത്സരത്തിന് വേണ്ടി അവർ കാത്തിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, റൊണാൾഡോക്ക് അടുത്ത മത്സരത്തിൽ സസ്പെൻഷനാണ്. അതായത് അർമേനിയക്കെതിരെയുള്ള വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ റൊണാൾഡോ ഉണ്ടാവില്ല. മാത്രമല്ല, വയലന്റ് കണ്ടക്ട് ആയതുകൊണ്ട് തന്നെ 2ഓ 3ഓ മത്സരങ്ങളിൽ ഒരുപക്ഷെ റൊണാൾഡോ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ വേൾഡ് കപ്പിലെ ആദ്യ മത്സരം കൂടി റൊണാൾഡോക്ക് നഷ്ടമായേക്കും എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് 2 മത്സരങ്ങളിൽ സസ്പെൻഷൻ ലഭിക്കുകയാണെങ്കിൽ വേൾഡ് കപ്പിലെ ആദ്യത്തെ മത്സരത്തിൽ പോർച്ചുഗലിന് വേണ്ടി ബൂട്ടണിയാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാവില്ല എന്നുള്ളതാണ്. എത്ര മത്സരങ്ങളിൽ അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിക്കും എന്നുള്ളത് ഇനി കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഇപ്പോൾ അയർലൻഡിന്റെ പരിശീലകനായ ഹെയ്മിർ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതായത് റെഡ് കാർഡ് കണ്ടതിന് ശേഷം ഹെയ്മിറിനോട് റൊണാൾഡോ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതേക്കുറിച്ചാണ് അയർലൻഡ് പരിശീലകൻ സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്നോട് റൊണാൾഡോ പറഞ്ഞത്, ഞാൻ ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ റഫറിമാരുടെ മേൽ സമ്മർദ്ദം ചെലുത്തി എന്നാണ്. കൂടാതെ ഈ തീരുമാനത്തിൽ നിങ്ങൾ ഹാപ്പിയല്ലേ എന്ന് റൊണാൾഡോ എന്നോട് ചോദിക്കുകയും ചെയ്തു. തീർച്ചയായും ഞാൻ ഹാപ്പിയാണ്. കാരണം പോർച്ചുഗലിന് അവരുടെ ഏറ്റവും മികച്ച താരത്തെയാണ് നഷ്ടമായിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഇതിൽ യാതൊരുവിധ പങ്കുമില്ല. സ്വന്തം പെരുമാറ്റം കൊണ്ടാണ് റൊണാൾഡോക്ക് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇതാണ് അയർലൻഡിന്റെ പരിശീലകനായ ഹെയ്മിർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ പോർച്ചുഗൽ 1ാം സ്ഥാനത്ത് തന്നെയാണ്. അവർക്ക് 5 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റ് ആണ് ഉള്ളത്. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ ഒരു പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായും വേൾഡ് കപ്പിനുള്ള യോഗ്യത ഉറപ്പിക്കാൻ പോർച്ചുഗലിന് സാധിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.